ആദമിൻ്റെ വണ്ടി AJ ഡിസൈൻസിൻ്റെ മുന്നിൽ നിർത്തി. ആദമിന് പിന്നാലെ നിഹയും വണ്ടിയിൽ നിന്നിറങ്ങി. വിവാഹം കഴിഞ്ഞ് ആദ്യമായി വരുന്നത് കൊണ്ടാവാം ആദമിനെയും നിഹയും വെൽക്കം ചെയ്യാൻ അവിടുത്തെ സ്റ്റാഫ്സൊക്കെയും ഓഫീസിൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. കൺഗ്രാറ്റുലേഷൻസ്. സ്റ്റാഫ്സ് ഇരുവർക്ക് നേരെയും ബൊക്കെ നൽകിക്കൊണ്ട് പറഞ്ഞതും ആദം ഒന്ന് അമർത്തി മൂളി താങ്ക്സും പറഞ്ഞ് നിഹയുടെ കൈയും പിടിച്ച് ധൃതിയിൽ അകത്തേക്ക് നടന്നു. നിഹ തൻ്റെ ക്യാബിനിലേക്ക് പോവാൻ ഒരുങ്ങിയപ്പോൾ ആദം അവളിൽ നിന്നുള്ള പിടിവിടാതെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവിടെ ഇരിക്ക്. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നിട്ട് പുതിയ വർക്ക് തുടങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ശരിയാവില്ല. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ മതിയെന്നും പറഞ്ഞ് തനിക്ക് നേരെ ഓപ്പോസിറ്റുള്ള ചെയറിൽ ആദം അവളെ പിടിച്ചിരുത്തിയപ്പോൾ പണി വരുന്നുണ്ട് അവറാച്ച എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിഹ അവനെ ഒന്ന് നോക്കി നിഷ്കുവായി അവിടെ ഇരുന്നു. ആദം തൻ്റെ റിവോൾവിംഗ് ചെയറിലിരുന്ന് അവളെ ഒന്ന് നോക്കി. തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവളെ കണ്ടതും അവൻ ഗൗരവത്തിൽ എന്താ എന്ന പോലെ മൂളിയതും ആ നിമിഷം അവൾ ഒന്നുമില്ലെന്ന പോലെ ചുമൽ കൊച്ചി ശേഷം മുഖം വെട്ടിച്ചു. നിഹ, നീ ഒരു കാര്യം ദേ ഇതൊന്ന് ഉറക്കെ വായിക്ക്. അപ്പോഴേക്കും ഞാനിത് ടൈപ്പ് ചെയ്തോളാം. ഇന്ന് 5 PM മുന്നേ ആയി ചെയ്ത് തീർക്കാനുള്ള വർക്കാണ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. അവൾക്ക് നേരെ ഒരു ഫയൽ നീട്ടിക്കൊണ്ട് ആദം പറഞ്ഞതും നിഹ തലയനക്കിക്കൊണ്ട് ഫയൽ വാങ്ങി. നിഹ ഫയൽ തുറന്ന് അക്ഷരങ്ങളിലേക്ക് കണ്ണോടിച്ചു. അവൾക്കാണെങ്കിൽ അത് വായിക്കുന്നത് പോയിട്ട് അത് എന്ത് ഭാഷയാണെന്ന് പോലും മനസ്സിലായില്ല. തുടങ്ങിക്കോ, ആദം പറഞ്ഞു. സർ, ഇതെന്തുവാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏതാ മനസ്സിലാവാത്തത്? ഇതിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീയൊക്കെ പിന്നെ എന്ത് തേങ്ങയാ പഠിച്ചത്? എനിക്ക് എഴുതാനല്ല അറിയുള്ളൂ സർ, വായിക്കാൻ അറിയില്ലല്ലോ, അവൾ പതിയെ പറഞ്ഞു. വാട്ട്? അതായത് സാർ, എനിക്ക് ഈ ഏലിയൻ ലാംഗ്വേജ് സിലബസിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതാ. ഇത് ഏലിയൻ ലാംഗ്വേജ് ആണോ? നോൺസെൻസ്. അവളുടെ പറച്ചിൽ കേട്ട് അവന് ദേഷ്യം വന്നു. അല്ലേ, എങ്കിൽ പിന്നെ പുതുതായി കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണ്. എനിക്കിത് വശമില്ല സാർ. നിഹ പിന്നെയും ഓരോന്ന് പറഞ്ഞു. ഷടാ, വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വായിക്കുന്നത് കേട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അവളുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങിയ ശേഷം അവൾക്ക് നേരെ ലാപ്ടോപ്പ് നീട്ടിക്കൊണ്ട് ആദം പറഞ്ഞു. അന്നേരം അവളൊന്ന് നേർമയായി മൂളി. നിനക്ക് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ആദം ഒന്നുകൂടെ തിരക്കി. ഇത് കേട്ട നിഹ മനസ്സിൽ വിചാരിക്കുകയാണ്, സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വൈകുന്നേരം വരെ ഇയാളുടെ മുന്നിലിരുന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ എൻ്റെ വിരൽ എന്തിനു കൊള്ളാം. അതുകൊണ്ട് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞതുപോലെ സ്പീഡ് തീരെ ഇല്ലെന്ന് പറയാം. അപ്പോൾ സാറ് ചെയ്യേണ്ടെന്ന് പറയും. നിഹ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകൻ്റെ ഐഡിയ പയറ്റി നോക്കാൻ തന്നെ തീരുമാനിച്ചു. സർ, എനിക്കൊരു വേർഡ് ടൈപ്പ് ചെയ്യാൻ തന്നെ 1 മിനിറ്റ് എടുക്കും. അതുമല്ല, ഞാൻ ടൈപ്പ് ചെയ്തായിരിക്കില്ല സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ പിന്നെ ഒന്നുകൂടെ വായിച്ച് അതൊക്കെ തിരുത്തി കഴിയുമ്പോൾ ടൈം വേസ്റ്റ് ആവില്ലേ? ഞാൻ കമ്പ്യൂട്ടർ റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാ സാറേ. ഒരു വേർഡ് 1 മിനിറ്റ് കൊണ്ട് ടൈപ്പ് ചെയ്യുകയോ? നീ എന്താ LKG കുട്ടിയാ? അറിയാത്ത ജോലി ചെയ്യിപ്പിച്ച് വെറുതെ ഞാനെന്തിനാ പണി ഇരന്ന് വാങ്ങുന്നത്? അതുകൊണ്ടേ ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തോളാം. നീ ഒരു കാര്യം ചെയ്യ്, ആ ഷെൽഫിൽ കുറച്ച് ഫയലുണ്ട്. നീ ആദ്യം ഓരോ ഫയലിലെയും മാറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് പഠിക്ക്. അത് മുഴുവനും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡ് കിട്ടും. നിനക്ക് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം, ഇത് ഫിനിഷ് ചെയ്യാതെ നിനക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ആദം വാണിംഗ് കൊടുത്തു. സർ, എന്തുവാ ഇത്? ഞാനിവിടെ ടൈപ്പിസ്റ്റിൻ്റെ ജോലിക്കല്ല വന്നത്, ഞാനൊരു ഡിസൈനറാണ്. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട ജോലിയാണോ? നിഹ, ഒരു ഡിസൈനർക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവുക. നിനക്കതില്ലല്ലോ, അപ്പം നീ അത് ഉണ്ടാക്കിയെടുക്കണം. സർ, ആക്ച്വലി എനിക്ക് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. സാർ ആദ്യം പറഞ്ഞില്ലേ, അത് ഞാൻ മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്തോളാം. സാർ ആ ലാപ്ടോപ്പിന് തന്നാട്ടെ, എന്നിട്ടേ സാർ അത് വായിച്ചാട്ടെ. നിഹ നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കി. അതിനിടയിൽ അവൻ എഴുന്നേറ്റ് ഷെൽഫിൽ നിന്നും ഫയൽ എടുത്ത് അവളുടെ അരികിലേക്ക് നടന്നു. അത് ശരിയാവില്ല, ഇതൊരു ഇമ്പോർട്ടൻ്റ് മെയിലാണ്. ഇതിലെങ്ങാനും മിസ്റ്റേക്ക് വന്നാൽ അത് കമ്പനിക്ക് റിസ്ക് ആണ്. അതുകൊണ്ട് നീ ആദ്യം ഡെമോ ചെയ്ത് പഠിക്ക്. കയ്യിലിരിക്കുന്ന ഒരു കെട്ട് ഫയൽ അവളുടെ മുന്നിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അക്കാര്യം അവൻ പറഞ്ഞതും പോളിഷ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരു ലോഡ് ഷൂസുമായി നിൽക്കുന്ന ഹരിശ്രീ അശോകൻ്റെ മുഖമാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഈശ്വര, ഇതിപ്പോൾ എന്നേക്കാൾ വലിയ മൂർഖനെയാണല്ലോ ഞാൻ ചവിട്ടിയത്. നിഹ അറിയാതെ പറഞ്ഞു പോയി. ഡി, നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ ടെറസിൽ കാണൂടി. നിനക്കിട്ട് എന്ത് പണി തരുമെന്ന് കരുതിയിരിക്കുമായിരുന്നു. മതി, ഇത് മതി, ഇതിൽ പിടിച്ച് ഞാൻ കയറിക്കൊള്ളാം. ആദം ആത്മകഥ പറഞ്ഞ് അവളെ ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയിൽ മുഴുകി. അത് ശരി,
എനിക്കിട്ട് പണിയാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുക അല്ലേ? ഇനിയിപ്പോൾ കുത്തിയിരുന്ന് ചെയ്ത് തീർക്കുക, വേറെ നിവൃത്തിയില്ലല്ലോ എന്നും മനസ്സിൽ പറഞ്ഞു ഫയലിൻ്റെ കെട്ടുമെടുത്ത് കമ്പ്യൂട്ടർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഓരോന്നായി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ജോലി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അവൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അവളുടെ ടൈപ്പിംഗ് സ്പീഡ് കണ്ട് ആദം വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി. കള്ളി, ഇത്രയും സ്പീഡ് ഉണ്ടായിട്ടാണോ നീ നേരത്തെ കള്ളം പറഞ്ഞ്? നീ എത്ര സ്പീഡിൽ ടൈപ്പ് ചെയ്താലും നിന്നെ 7 മണി വരെ ഇവിടെ ഇരുത്തിയിട്ടേ ഞാൻ അടങ്ങും എന്നും മനസ്സിൽ പറഞ്ഞ ആദം തൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതും അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ച് തൻ്റെ റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്ന് നിഹയിലേക്ക് നോട്ടം പായിച്ചു. അവളാണെങ്കിൽ പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാനുള്ള തിരക്കലായതുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആദമിൻ്റെ കണ്ണുകൾ നിഹയുടെ മുഖത്ത് ഒഴുകി നടക്കുന്നുണ്ട്. കുറച്ചു നേരം അവൻ അവളെ വായി നോക്കി നിന്നു. ഇങ്ങനെ പോയാൽ ഞാൻ വിചാരിച്ചതുപോലെ നടക്കില്ല, അതുകൊണ്ട് അവളുടെ ശ്രദ്ധ തിരിച്ചേക്കാം എന്ന് കരുതി ആദം അവിടെ നിന്ന് എഴുന്നേറ്റ് അവളിരിക്കുന്ന കസേരയുടെ പിന്നിലായി വന്നു നിന്ന് അല്പം കുനിഞ്ഞുകൊണ്ട് സ്ക്രീനിലേക്ക് കണ്ണോടിച്ചു. അന്നേരം അവൻ അവളെ തൊട്ടുരുമ്മി നിന്ന് സ്ഥിരം ബോസിൻ്റെ സ്വഭാവം പുറത്തെടുത്തു. നിഹ, കീബോർഡിൽ കൈ വെക്കേണ്ടത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് അവളുടെ ഇരു കൈക്ക് മേലെയായി അവൻ്റെ കൈ വെച്ചു. ഇനിയൊന്ന് ടൈപ്പ് ചെയ്തേ, അവൻ തൻ്റെ കൈ പിൻവലിക്കാതെ പറഞ്ഞു. അവൻ്റെ പ്രവൃത്തി അവളിൽ വിറയലുണ്ടാക്കി. ടൈപ്പ് ചെയ്യാൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അന്നേരം അവൻ്റെ കവൾ അവളുടെ കവളിൽ തൊട്ടുരുമ്മി. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കവളിൽ ഉരസി ഇക്കിളി കൂടുന്നുണ്ട്. സർ കൈയെടുക്ക്, ഞാൻ ചെയ്തോളാം, നീ എങ്ങനെയോ പറഞ്ഞപ്പിച്ചു. അന്നേരം അവൻ അവളുടെ കൈ സ്വതന്ത്രമാക്കിക്കൊണ്ട് തൻ്റെ കൈ പതിയെ മേൽപോട്ട് ചലിപ്പിച്ചു. അവളുടെ കൈകളെ തലോടിക്കൊണ്ട് അവൻ തൻ്റെ കൈ പതിയെ എടുത്തു മാറ്റി. അവൻ്റെ പ്രവൃത്തി അവളിൽ അസ്വസ്ഥത നിറച്ചു. ഇത് മനസ്സിലാക്കിയ ആദം തൻ്റെ പ്ലാൻ വിജയിച്ച സന്തോഷത്തിൽ അവളുടെ തൊട്ടരികിലെ കസേരയിൽ വന്നിരുന്നു. അവൻ ഇരുന്നതും ഇയാൾ എന്തിനാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്ന പോലെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. യു ക്യാരി ഓൺ നിഹ എന്നും പറഞ്ഞ് അവൻ തൻ്റെ ഫോൺ എടുത്ത് അതിൽ ദൃഷ്ടി പതിപ്പിച്ചു. അന്നേരം നിഹ തൻ്റെ ജോലി തുടർന്നു. ഇനി എങ്ങനെ അവളെ ഇറിറ്റേറ്റ് ചെയ്യാം എന്ന് കരുതിയ ആദം അവളെ മൊത്തത്തിൽ ഒന്നൊഴിഞ്ഞു നോക്കി. അതിനിടയിലാണ് സാരിക്കിടയിലൂടെ കാണുന്ന അവളുടെ ഇടുപ്പിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉടക്കുന്നത്. അന്നേരം അവൻ്റെ മനസ്സിൽ തോന്നിയ കുസൃതിയിൽ അവൻ അവിടെ ഉണ്ടായിരുന്ന പോർട്ടബിൾ ഫാൻ എടുത്ത് തൻ്റെ ദേഹത്തേക്ക് കാറ്റുകൊള്ളുന്ന വിധം സെറ്റ് ചെയ്ത് പിടിച്ചു. പിന്നീട് പതിയെ ഫാൻ താഴ്ത്തി പിടിച്ചു. അതുകൊണ്ട് അവളുടെ സാരി പാറി പറക്കാൻ തുടങ്ങി. സാരി തെന്നിമാറി അവളുടെ പൊക്കിൽ ചുഴിയും ബ്ലൗസിന് മേലെയായുള്ള മാറിടവും ദൃശ്യമായതും അവൻ്റെ കണ്ണുകൾ അവിടേക്ക് സഞ്ചരിച്ചു. അവളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയിൽ മുഴുകിയിരിപ്പാണ്. പെണ്ണ് അറിഞ്ഞതുപോലും ഇല്ലല്ലോ. ആദം പിറുപിറുത്തു. അന്നേരമാണ് അവളുടെ മടിയിലിരിക്കുന്ന ഫയൽസ് അവൻ ശ്രദ്ധിക്കുന്നത്. ഇത് തന്നെ അവസരം എന്ന് കരുതി അവൻ കസേരക്കിടയിലൂടെ കൈയിട്ട് ഏറ്റവും താഴെയുള്ള ഫയൽ എടുക്കാൻ ഒരുങ്ങി. അതിനിടയിൽ അവൻ മനഃപൂർവ്വം തൻ്റെ കൈകൊണ്ട് അവളുടെ വയറിനെ തഴുകി. ഫയൽ അവളുടെ മടിയിൽ വെച്ച് തന്നെ തുറന്നു നോക്കുകയാണ് കക്ഷി. ഇടയ്ക്ക് അവൻ്റെ വിരൽ അവളുടെ പൊക്കിൽ ചുഴിയിൽ അമരുന്നുണ്ട്. അവൻ തൻ്റെ വയറിൽ കുറുമ്പ് കാട്ടുന്നത് തിരിച്ചറിഞ്ഞ നിഹ ആ ഫയൽസ് അതുപോലെ എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് തൻ്റെ സാരി നേരെയിട്ട് തൻ്റെ പ്രവൃത്തി തുടർന്നു. അന്നേരം അവൻ ചെറിയാല് ഫാൻ തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. കസേരയിൽ ചാരിയിരുന്നു. പതിയെ ഫാൻ താഴ്ത്തി വെച്ചു. കാറ്റിൻ്റെ ശക്തിയിൽ തൻ്റെ സാരി പാറി പറക്കുന്നത് തിരിച്ചറിയാതെ നിഹ ജോലിയിൽ മുഴുകിയപ്പോൾ തൊട്ടരികിലെ കസേരയിൽ ചാരിയിരുന്ന് ആദം സീൻ പിടിക്കുന്ന തിരക്കിലാണ്. ആദം അവളുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇക്കാര്യം ചെയ്തുവെങ്കിലും പിന്നീട് കൺമുന്നിലെ മനോഹരമായ കാഴ്ച അവൻ എത്ര കണ്ടിട്ടും മതി വരാത്തതുപോലെ തോന്നി. പുല്ല്, ഈ പെണ്ണിനോട് ഉടക്കണ്ടായിരുന്നു. വാശിക്കോരോന്ന് പറയുകയും ചെയ്തു. ഇവളിനി എപ്പോൾ സോറി പറഞ്ഞു വരുമോ എന്തോ. അവൻ കസേരയിലിരുന്ന് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അതോടൊപ്പം അവൻ്റെ കണ്ണുകൾ വയറിൽ നിന്ന് മുകളിലോട്ട് സഞ്ചരിച്ച് പുറത്തേക്ക് വെളിവായ ഇടത് മാറിലേക്ക് നീണ്ടു. ഈ പെണ്ണ് എൻ്റെ കൺട്രോൾ കളയും എന്നും പറഞ്ഞ് അവൻ ഒരു നിമിഷം കണ്ണടച്ച് തുറന്നു. ഇതേ സമയം അവൻ്റെ അനക്കം കേൾക്കാഞ്ഞപ്പോഴാണ് നിഹ തല ചരിച്ചു നോക്കുന്നത്. അന്നേരത്ത് അവൻ്റെ ഇരിപ്പും ഭാവവും കണ്ട് അവൾ ഇയാൾക്ക് ഇതെന്ത് പറ്റിയെന്ന പോലെ നോക്കി. നിഹയുടെ നോട്ടം തൻ്റെ നേരെ നീണ്ടതും അവൻ സീൻ പിടുത്ത് നിർത്തി എന്താ എന്ന പോലെ ഗൗരവത്തിൽ മൂടിയതും അവൾ ചുമൽ കൂച്ചിക്കൊണ്ട് മുഖം വെട്ടിച്ചു. അതിനിടയിൽ അവൻ്റെ ആ ഇരിപ്പിൽ എന്തോ വശപ്പിശക് തോന്നി അവൾ ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളുടെ സഞ്ചാരദിശ നീളുന്ന വഴി അവളൊന്ന് നോക്കി. അപ്പോഴാണ് ഫാനിൻ്റെ കാറ്റടിച്ച് സാരി തെന്നി മാറിയതും വയറും നാഭിച്ചുഴിയും നല്ലപോലെ പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നതും അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു. ഇയാളെ ഞാനിന്ന് ശരിയാക്കും. ഇന്നലെ കാണിച്ചതൊക്കെ പോട്ടേന്ന് വെക്കാം. അതൊക്കെ തൻ്റെ അറിവോടെയാണ്. ഇതിപ്പോൾ ഒരുമാതിരി ഞരമ്പന്മാരെ പോലെ ഒളിഞ്ഞു നോക്കുക എന്ന് വെച്ചാൽ അതും മനസ്സിൽ പറഞ്ഞ് അവനെ ദഹിപ്പിച്ചു നോക്കി സാരി നേരെയിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ഫാൻ പിടിച്ചു വാങ്ങി ഓഫ് ചെയ്ത് വെച്ചു.
ഹൗ ഡെയർ യു ഇഡിയറ്റ്. അവൻ ദേഷ്യപ്പെട്ടു. അന്നേരം നിഹ എഴുന്നേറ്റ് അവൻ്റെ മുന്നിൽ വന്ന് നിന്നു. സാറേ ഒന്ന് എഴുന്നേറ്റേ. എന്തിനാ? എഴുന്നേൽക്ക് സാറേ. അന്നേരം ആദം എഴുന്നേറ്റു. സാറിൻ്റെ ആ ഇരുത്തം എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല, അതുകൊണ്ട് സാർ അവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് അവൻ ഉന്തിത്തള്ളി അവൻ്റെ ചെയറിൽ കൊണ്ടിരുത്തി. അവളുടെ ആ പ്രവൃത്തി അവന് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ തിരിഞ്ഞു നടക്കാൻ നേരം അവൾക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ച് അവൻ തൻ്റെ ഇരുകൈയും ടേബിളിൽ കുത്തി അവളെ തടഞ്ഞു നിർത്തുന്നത്. സാർ എനിക്ക് പോകണം. ഈ അവൻ്റെ പ്രവൃത്തിയിൽ അരിശം പൂണ്ട് പറഞ്ഞു. പൊയ്ക്കോ. സാർ കൈയെടുക്കാതെ എങ്ങനെ പോവാനാ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കൈ ബലമായി എടുത്തു മാറ്റാൻ നോക്കി. അന്നേരം അവൻ അവളുടെ കാലിൽ കൊളുത്തി വലിച്ചു തൻ്റെ മേലേക്ക് അവളെ വീഴ്ത്തി. അവൾ ബാലൻസ് കിട്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. റിവോൾവിംഗ് ചെയറിൽ ചാരിയിരിക്കുന്ന അവൻ്റെ മേലേക്ക് വീണു എന്നല്ലാതെ അവളുടെ കാല് തറയിൽ നേരെ നിന്നിരുന്നില്ല. അതിനാൽ അതുപോലെ താഴെ കൂർന്നു വീഴാൻ ഒരുങ്ങി അവളെ അവൻ തൻ്റെ കാലുകൊണ്ട് ഇറുക്കി പിടിച്ചു. ശേഷം അവളുടെ അരക്കെട്ടിൽ പിടിമുറുക്കി അവൾ ഒന്നുകൂടെ തൻ്റെ ദേഹത്തേക്ക് കയറ്റി വെച്ചതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. വീഴാതിരിക്കാൻ അവൾ അവൻ്റെ കോളറിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അവൻ തൻ്റെ കോളറിൽ നിന്നുള്ള അവളുടെ പിടി വിടുവിച്ചു. അവളുടെ കയ്യിൽ തൻ്റെ കൈ കോർത്തു വെച്ച് തൻ്റെ കാലിൽ അവളുടെ ഇരുകാലം ഇറക്കി പിടിച്ചു. അവളെ അതുപോലെ എടുത്തുയർത്തിയതും പണ്ടെങ്ങോ വണ്ടർലായിലേക്ക് ടൂറ് പോയ കാര്യം അവൾക്ക് ഓർമ്മ വന്നു പോയി. താനിപ്പോൾ വീഴും എന്ന പോലെ തോന്നിയതും അവൾ കണ്ണിറുക്കി അടച്ചു. അടുത്ത നിമിഷം താൻ താഴേക്ക് ലാൻഡ് ചെയ്തു എന്ന് തോന്നിയതും അവൾ കണ്ണു തുറന്നു അവനെ ദഹിപ്പിച്ചു നോക്കി. അന്നേരം അവനവളെ നോക്കി നല്ല ഒന്നാന്തരം സൈറ്റടിച്ച് കാണിച്ചതും ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൾ അവൻ്റെ മീശ കടിച്ചു പറിച്ചു. വേദന കൊണ്ട് അവൻ നിലവിളിച്ചു. എന്നിട്ടും അവൻ അവളിൽ നിന്നുള്ള പിടി വിട്ടില്ല. അവളുടെ ഇരു കൈയിലും പിടിമുറുക്കി കൈ അവളുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് വെച്ചു. എൻ്റെ മീശ കടിച്ചു പറിക്കും അല്ലടി മാങ്ങാ കള്ളി. പെട്ടെന്ന് തന്നെ താഴെ ഇറക്കി. ഇല്ലല്ലേ, ഞാൻ ഇനിയും കടിക്കും. നീയും വിട്ടില്ല. ആഹാ, നീ എത്രക്കായോ? എന്നാൽ അതൊന്ന് കാണണല്ലോ. ആദത്തിനും വാശിയോട് വാശി. അത് കേൾക്കേണ്ട താമസം അവൾ മീശ കടിക്കാനൊരുങ്ങി. അന്നേരം അവൻ മുഖം വെട്ടിച്ചതിനാൽ അവളുടെ ചുണ്ട് നേരെ ചെന്ന് പതിച്ചത് അവൻ്റെ കവിളിലും. അവളുടെ ആദരങ്ങൾ ഒരു ചുംബനം പോലെ അവൻ്റെ കവിളിനെ തൊട്ട് തലോടി. അവളിൽ നിന്നും കിട്ടിയ ആദ്യ ചുംബനം, പ്രതീക്ഷിക്കാതെ കിട്ടിയ ചുംബനം. അതിൻ്റെ പ്രതിഫലം എന്നോണം അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. തൻ്റെ പ്രവൃത്തി പാളിപ്പോയ ദേഷ്യത്തിൽ അവൾ അവനെ നോക്കിയപ്പോൾ ആള് ചുംബനത്തിൻ്റെ ഹാങ് ഓവറിൽ അങ്ങ് കണ്ണടച്ച് കിടപ്പാണ്. അയ്യടാ, ഉമ്മ കിട്ടി സുഖിച്ച് കിടക്കുന്നത് കണ്ടില്ലേ, ഇപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അവൻ്റെ കവിള് നോക്കി നല്ല ഒന്നാം തരം കടി കൊടുത്തതും അവന് ശരിക്കും വേദനിച്ചു. അവളെ ദഹിപ്പിച്ചു നോക്കി. അടുത്ത നിമിഷം അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ ലോക്ക് ചെയ്ത് വെച്ച അവളുടെ കൈകൾ തൻ്റെ ഒരു കൈ കൊണ്ട് മുറുക്കി പിടിച്ച് മറുകൈയാലെ അവളുടെ സാരിയുടെ വിടവിലൂടെ കൈയിട്ട് പാവാടക്കുള്ളിൽ തിരികെ വെച്ച് പ്ലീറ്റ്സ് വലിച്ചെടുത്തു. അത് കഴിഞ്ഞ് അവളുടെ സാരി തലപ്പ് കൂടി വലിച്ചെടുത്തു. അവളുടെ സാരി അഴിഞ്ഞു വീണു. അവളെ ഒന്നുകൂടെ തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചതും അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നു. അത് ആസ്വദിച്ചുകൊണ്ട് അവളുടെ മാറിടക്കിലേക്ക് പതിയെ ഊതിയതും അവൾ കണ്ണിറക്കി അടച്ചു. അവൻ്റെ പ്രവൃത്തി അവളുടെ സമനില തെറ്റിച്ചു. അവൾ തൻ്റെ ദേഹത്ത് തൻ്റെ ദന്തങ്ങൾ ആഴ്ത്തി എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോൾ അവൻ അവളെ അതുപോലെ പൊക്കിയെടുത്ത് തിരിച്ചു കിടത്തി. അപ്പോഴും അവളുടെ കൈയും കാലും അവൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. ഒന്ന് അനങ്ങാനാവാതെ അവൾ അവൻ്റെ മേലെയായി മലർന്ന് കിടപ്പുണ്ട്. അവൻ തൻ്റെ ഇടത് കൈയാലെ അവളുടെ ഇരു കൈയും തലയ്ക്ക് മേലായി കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ വലത് കൈ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു. ഒന്ന് പ്രതികരിക്കാനാവാതെ അവൾ കണ്ണിറുക്കി അടച്ചു. അവൻ്റെ കൈ മുകളിലോട്ട് ഇഴഞ്ഞു നീങ്ങി. അവൻ തൻ്റെ കൈയാലെ ബ്ലൗസിന് മുകളിലായി അവളുടെ മാറിടത്തിൽ പിടിമുറുക്കി. അവൻ്റെ കൈയാലെ അവളുടെ ഇരുമാറും ഞെരിഞ്ഞമർന്നു. അവളിലെ മൃദുലത അവനെ പിന്നെയും കൊതിപ്പിച്ചു. അവളെന്ന പെണ്ണ് ഒരു ലഹരിയായി അവൻ്റെ സിരകളിലേക്ക് പടർന്നു കയറി. സർ പ്ലീസ്, സർ കൈയെടുക്ക്. എന്തിനാ ഇങ്ങനെയൊക്കെ കാട്ടിയെന്നെ വിഷമിപ്പിക്കുന്നത്? ഞാൻ ഇതൊന്നും ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. മനസ്സുകൊണ്ട് സാറിന് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെയും സാർ ഇതുപോലെ ഓരോന്ന് കാട്ടിക്കൂട്ടി വീണ്ടും എന്നെ വെറുപ്പിക്കുകയാണോ? എനിക്കിപ്പോൾ സാറിനോട് തോന്നുന്ന വികാരം എന്താണെന്നറിയോ? വെറും പുച്ഛം. സാറിന് എൻ്റെ മനസ്സ് വേണ്ടല്ലേ, ശരീരം മാത്രം മതി? ആ ചോദ്യം അവൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു. അവൻ അവളുടെ കയ്യിൽ നിന്നുള്ള പിടി അയച്ചു അവളെ തനിക്ക് അഭിമുഖമായി തൻ്റെ നെഞ്ചിൽ ചായച്ചു കിടത്തി. നിഹ, സോറി, ഐ ആം റിയലി സോറി. ഐ ലവ് യു നിഹ, ഐ ലവ് യു. നിൻ്റെ മനസ്സ് സ്വന്തമാക്കിയിട്ട് മാത്രമേ നിൻ്റെ ശരീരം ഞാൻ മുഴുവനും സ്വന്തമാക്കുള്ളൂ. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. അതിലുപരി ഇതെൻ്റെ വാശിയാണ്. അവളുടെ കാതോരം അവൻ മന്ത്രണം പോലെ മൊഴിഞ്ഞു.
അപ്പോൾ ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണ്? അവൾ അവൻ്റെ കരവലയത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു. അതൊക്കെ നിന്നോടുള്ള എൻ്റെ പ്രണയമാണ് നിഹ. അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇതാണോ പ്രണയം? ഇങ്ങനെയാ പ്രണയിക്കുക? നിഹക്ക് ചോദിക്കാതിരിക്കാൻ ആയില്ല. ആദം ജോണിൻ്റെ പ്രണയം ഇങ്ങനെയാണ് നിഹ. നീ എൻ്റെ ശരിക്കുള്ള പ്രണയം കാണാൻ പോകുന്നേ ഉള്ളൂ. അവളെ നോക്കി വല്ലാത്ത ഭാവത്തിൽ അവനത് പറയുമ്പോൾ ഒരു നിമിഷം അവൻ ചെകുത്താനായി മാറി. ഇതുപോലെയാണ് സാറിൻ്റെ പ്രണയമെങ്കിൽ സാറിൻ്റെ കൈ ഒടിക്കാൻ ഞാൻ ഒന്നുകൂടെ കൊട്ടേഷൻ കൊടുക്കും കേട്ടോ. എന്നിട്ട് വേണം നിന്റെ മറ്റേ കൈ കൂടി ഓടിയാൻ, ആദം കുറുമ്പോടെ പറഞ്ഞു. പിന്നെ ഒന്ന് പോ സാറേ, ഞാനിനി ചത്താലും സാറിനെ രക്ഷപ്പെടുത്തില്ല എന്നും പറഞ്ഞ് അവൻ്റെ മേലെ നിന്ന് എഴുന്നേറ്റു. തൻ്റെ ഉടലിലേക്ക് നീളുന്ന അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൻ്റെ മേലെ കിടക്കുന്ന തൻ്റെ സാരി ധൃതിയിൽ ചുരുട്ടി പിടിച്ച് നെഞ്ചോടടുപ്പിച്ചു. തൻ്റെ ശരീരം മറച്ചു പിടിക്കുമ്പോൾ അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അവളെ തന്നെ നോക്കിയിരുന്നു. നിഹ, എന്തേലും സഹായം വേണേ പറയണേ. സാരിയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് അവൻ്റെ പറച്ചിൽ. അവനെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് കുറച്ച് മാറി നിന്ന് സാരി നേരെയാക്കുമ്പോഴാണ് ആൾ സീൻ പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. പിന്നെ പതിവ് പോലെ അവൻ നോക്കി പേടിപ്പിച്ചു. തിരിഞ്ഞു നിന്ന് ധൃതിയിൽ സാരി ഉടുത്തു. എല്ലാം കഴിഞ്ഞ് തല ഉയർത്തി നോക്കിയപ്പോഴാണ് മുറി മുഴുവൻ മിററാണെന്ന കാര്യം അവൾ ഓർക്കുന്നത്. റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്ന് ചെറുചിരിയാലെ തന്നിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചു നിൽക്കുന്നവനെ അന്നേരം കണ്ണാടിയിൽ കൂടി അവൾ കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചു നിന്നു. ആ തല മുഴുവൻ തലച്ചോറാണെന്നാണ് ഞാൻ കരുതിയത്, ഇപ്പോഴല്ല മനസ്സിലായത്. ആദം അവളെ നോക്കി പറഞ്ഞു. എന്താ മനസ്സിലായ? മന്തിയാണെന്നോ? അല്ല, വെറും കഞ്ഞാണെന്ന്. ആയിക്കോട്ടെ, സാറിൻ്റെ തലയിൽ പിന്നെ നെയ്ച്ചോറും ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ആണല്ലോ. നമ്മൾ പാവങ്ങളാണേ, നമ്മൾ കഞ്ഞി കുടിച്ചു കഴിഞ്ഞോളാം എന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് നടക്കാനൊരുങ്ങി. ഹലോ, ഒന്ന് നിന്നേ, ഇതെങ്ങോട്ടായി പോണേ? അത് പിന്നെ അച്ചുനെ അല്ല അക്ഷരയൊന്ന് കാണാൻ. അതൊക്കെ ഫ്രീ ടൈമിൽ, വർക്ക് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയടിക്കുക, അത് ഇവിടെ നടക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞ പണി ചെയ്യും. ജോലി കംപ്ലീറ്റ് ചെയ്യാതെ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതണ്ട, അവൻ പിന്നെയും ഓർമ്മിപ്പിച്ചു. ചേട്ടാ, ഇത് വല്ല കഷ്ടമായല്ലോ. സാറിനേക്കാൾ ഭേദം UP-യിലെ ഹെഡ് മാസ്റ്റർ കുഞ്ഞിരാമ മാഷ് തന്നെയായിരുന്നു. നില പിറുപിറുത്തുകൊണ്ട് തൻ്റെ ചെയറിൽ വന്നിരുന്നു. കുഞ്ഞിരാമ മാഷ് അന്ന് 2 പേട തന്നിരുന്നേലേ ഇന്ന് വല്ലവരുടെ മാവിന് കല്ലെറിയായിരുന്നോ? ആദം ആരോടൊന്നില്ലാതെ പറഞ്ഞു. മുന്നിലെ കണ്ണാടി നോക്കി തൻ്റെ മുടിയും ഷർട്ടും ഒക്കെ നേരെയാക്കി. ഇതേ സാറേ, ഇനിയെങ്ങാനും എന്നെ നോക്കി മാവ്, മാങ്ങാക്കള്ളി, കല്ലെറിഞ്ഞു എന്നെങ്ങാനും പറഞ്ഞാ അമ്മച്ചിയാണേ സാറിൻ്റെ വീട്ടിലെ മാവ് മൊത്തം ഞാൻ വെട്ടി നിരത്തും. നിഹ ഭീഷണി മുഴക്കി. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ പൊന്നെ, നിനക്ക് ശരിക്കുള്ള മാങ്ങാപ്പൂതിയൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് പാതിരാത്രിയിൽ വല്ലവരുടെയും മാവിലേക്ക് കല്ലെറിയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിപ്പോൾ മുറ്റത്ത് തന്നെ മാവ് കിടപ്പുണ്ടേ, കാര്യം എളുപ്പമാവുമല്ലോ. അതും പറഞ്ഞ ആദം അവളുടെ പ്രതികരണം കാത്ത് കണ്ണാടിയിൽ കൂടി അവളെ തന്നെ നോക്കി നിന്നു. അവളാണെങ്കിൽ പല്ല് ഞെരിച്ചുകൊണ്ട് കസേരയെ ഞെക്കിക്കൊല്ലുവാണ്. അത് കണ്ടതും ഒരുവിധം അവൻ ചിരി കടിച്ചു പിടിച്ച് നിന്നു. നിഹ, ഞാനൊന്ന് പുറത്ത് പോവാണ്, എനിക്ക് 2-3 പേരെ കാണാനുണ്ട്. പിന്നെ ഞാനില്ലെന്ന് വെച്ച് ഇവിടെ പണിയെടുക്കാതെ ആഘോഷിച്ച് നടക്കാമെന്ന് കരുതണ്ട. അന്നേരം അവൾ ഒന്നും മിണ്ടിയില്ല. ഒന്ന് പെട്ടെന്ന് പോയി തരുമോ എന്ന പോലെ അവൾ മിണ്ടാതിരുന്നു. അതിനിടയിലാണ് അവനിട്ടിരിക്കുന്ന വെളുത്ത ഷർട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ അപ്പം തോന്നിയ ബുദ്ധിയിൽ തൻ്റെ ബാഗിൽ നിന്നും ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിൽ കനത്തിൽ ലിപ്സ്റ്റിക് തേച്ച് പിടിപ്പിച്ചു. ശേഷം അവൻ കാണാതെ ടേബിളിൽ വെച്ചിരിക്കുന്ന അവൻ്റെ ബ്ലേസറിൽ നല്ല പോലെ ഉമ്മ വെച്ചു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ചു ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അരികിലേക്ക് നടന്നു. തൻ്റെ അരികിലേക്ക് വരുന്ന പെണ്ണിനെ അവൻ കണ്ണാടിയിലൂടെ ശ്രദ്ധിച്ചു. അവൾ അവൻ്റെ പിന്നിൽ വന്ന് നിന്നു. എന്താ? അവൻ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. അന്നേരം അവൾ മറുപടി ഒന്നും പറയാതെ അവൻ്റെ വയറിലൂടെ കൈയിട്ട് പുണർന്നതും അവനാകെ വണ്ടറടിച്ച് നിൽപ്പാണ്. സർ, ഐ വിൽ മിസ് യു. സാറിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞ് അവൻ കാണാത്ത രീതിയിൽ അവൻ്റെ ഷർട്ടിൻ്റെ പിറകിൽ അവിടെവിടെയായി അവൾ തൻ്റെ ചുണ്ടിൻ്റെ സീൽ പതിപ്പിച്ചു. എന്നോട് എൻ്റെ കളി. അതിനിടയിൽ അവൾ മനസ്സിൽ പറഞ്ഞു, മിസ് ചെയ്യാനും കാത്തിരിക്കാനും ഞാൻ ശത്രുരാജ്യത്തിനോട് യുദ്ധം ചെയ്യാൻ പോവല്ല. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്തും. ആദ്യം അവളെ പുച്ഛിച്ചു. അയ്യോ, വൈകുന്നേരം വരെ സാറിനെ കാണാതിരിക്കാൻ എനിക്ക് പ്രയാസമാണ്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, സാറ് പോയിക്കോ എന്നും പറഞ്ഞു തൻ്റെ ഉദ്ദേശം ഭംഗിയായി നിർവഹിച്ച് അവനിൽ നിന്നും അടർന്നു മാറി. ഇവൾക്കിത് പെട്ടെന്ന് എന്ത് പറ്റിയെന്നവൻ ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ അവൾ സ്നേഹത്തോടെ താനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ അറിയാതെ മൂളിയതും അവൾ പെട്ടെന്ന് സ്കൂട്ടായി. എത്ര ആലോചിച്ചിട്ടും അവന് കാര്യം പിടികിട്ടിയില്ല. പിന്നെ അക്കാര്യം ഒഴിവാക്കി തൻ്റെ ബ്ലേസർ എടുത്തിടാൻ നേരാണ് അതിൽ നിറയെ ഉമ്മകൾ വാരി വിതറിക്കിടക്കുന്നത് അവന് കാണുന്നത്. ഇതാരാ ഇപ്പോൾ തനിക്ക് ഇത്രയും ഉമ്മ വാരിക്കോരി തന്നത് എന്ന് ആലോചിച്ച് തല പുണ്ണാക്കുന്നതിനിടയിൽ അവൻ്റെ മനസ്സിലൊരു മുഖം തെളിഞ്ഞു.
ഒപ്പം നേരത്തെ നടന്ന ചില സംഭവങ്ങളും. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും വെളുത്ത ഷർട്ടിൽ നിറയെ ചുവന്ന ഉമ്മകൾ. ആദം പല്ലിരുമ്മി. ഡി, അപ്പോൾ ഇതായിരുന്നല്ലേ പെട്ടെന്നുള്ള നിന്റെ സ്നേഹത്തിന് പിന്നിൽ? എനിക്ക് വെച്ചിട്ടുണ്ട്. ഞാനിനി എങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങും എന്നും പറഞ്ഞവൻ നടുവിന് കൈയും കൊടുത്ത് നിന്നുപോയി. ഒടുവിൽ തൻ്റെ ഫോൺ കയ്യിലെടുത്ത് നിഖിലിനെ വിളിച്ചു വരുത്തി. നിഖിൽ വരുമ്പോൾ ആദം തൻ്റെ സീറ്റിലിരിപ്പുണ്ട്. എന്താ സാർ വരാൻ പറഞ്ഞത്? നിഖിൽ ചോദിച്ചു. തൻ്റെ ആ ബ്ലേസർ ഒന്ന് ഊരിക്കേ. സോറി സാർ, ഞാൻ ആ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. ആദത്തിൻ്റെ പറച്ചിൽ കേട്ട് നിഖിൽ മറുപടി പറഞ്ഞു. അത്ര മാത്രമേ നിഖിൽ പറഞ്ഞുള്ളൂ. പിന്നെ അവൻ കേട്ടത് ചെവിക്കല്ല് പൊട്ടുന്ന തെറിയായിരുന്നു. അതോടെ നിഖിൽ യാന്ത്രികമായി ബ്ലേസർ ഊരിക്കൊണ്ട് അവന് നേരെ നീട്ടി. അല്ലെങ്കിലും HR മാനേജർക്ക് ബ്ലേസറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ ആദം എഴുന്നേറ്റപ്പോഴാണ് മിററിൽ കൂടി ഷർട്ടിൻ്റെ പിന്നിലെ കരവിരുത് കാണുന്നത്. ഓ, ഇതായിരുന്നു കാര്യം. അതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. മുഖത്ത് നാണോക്യം വരുത്തി നിഖിൽ പറഞ്ഞപ്പോൾ ആദം അവനെ ദഹിപ്പിച്ചു നോക്കി. ഇതേ സമയം നിഹ അവനിട്ട് പണിതതിൻ്റെ സന്തോഷത്തിൽ ഡിസൈനിങ് സെക്ഷനിലേക്ക് നടന്നു. അക്ഷരയടക്കം ഒരുപാട് സ്റ്റാഫ്സ് അവിടെ ഉണ്ടായിരുന്നു. നിഹയെ കണ്ടതും എല്ലാവരും ബഹുമാനത്തോടെ വിഷ് ചെയ്തപ്പോൾ നിഹയ്ക്കത് വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. അവർ മാഡം എന്ന് വിളിച്ചപ്പോൾ തന്നെ നിഹ എന്ന് വിളിച്ചാൽ മതിയെന്ന് അവൾ അവരോടൊക്കെ പറഞ്ഞു. ശേഷം അക്ഷരയും കൊണ്ട് അല്പം മാറി നിന്നു. ഫസ്റ്റ് നൈറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അക്ഷര പ്രത്യേക ഇനത്തെ ചോദിച്ചപ്പോൾ എടി നിൻ്റെ ടിഫിൻ എവിടെ എന്നൊരു മറു ചോദ്യമാണ് വന്നത്. അക്ഷര തൻ്റെ ബാഗിൽ നിന്നും ടിഫിൻ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അടുത്ത നിമിഷം നിഹ അത് തുറന്ന് കഴിപ്പ് തുടങ്ങി. നിന്റെ കഴിപ്പേണ്ട ഒരാഴ്ച പട്ടിണി കിടന്ന പോലെയാണല്ലോ. നീ അവിടെ പോയിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ഷോ, അക്ഷര അവളുടെ കഴിപ്പ് കണ്ട് ചോദിച്ചു. അതൊക്കെ വലിയൊരു കഥയാ മോളെ. ഇന്നലെ വയറ് നിറയെ കഴിച്ചു, പക്ഷേ ഇന്ന് ഒരു വക കഴിച്ചില്ല, നിഹ പറഞ്ഞു. അതെന്തേ? ആൾക്ക് ഡയറ്റാണത്രേ. രാവിലെ ഏതാണ്ട് ഇലയ്ക്ക് നുള്ളിപ്പരക്കി കഴിക്കുന്നത് കണ്ടു. നമുക്കില്ലതെന്നുള്ള ശീലമില്ലേ? 5 നേരം അരിയാഹാരം കഴിച്ച ഞാൻ ഇനി മുന്നോട്ട് പുൽച്ചാടിയായി ജീവിക്കേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വരാ. നിഹ ഓരോന്ന് പറയുന്നുണ്ട്. നിനക്ക് ഫുഡ് വേണമെന്ന് പറയായിരുന്നില്ലേ? ആരോട് പറയാൻ, എന്തോന്ന് പറയാൻ? ഞങ്ങൾ ഇന്നലെ തന്നെ അടിച്ച് പിരിഞ്ഞില്ലേ? അപ്പോൾ ഫസ്റ്റ് നൈറ്റ് നടന്നില്ലേ? ഫസ്റ്റ് നൈറ്റ് വഴക്ക. ഇങ്ങനെ പോയാലേ ഞാൻ അയാളുടെ ലാസ്റ്റ് നൈറ്റ് നടത്തും. നിഹ പല്ല് ഞെരിച്ചു. അപ്പോൾ സാറിന് നിന്നോട് ഒട്ടും സ്നേഹമില്ലേ? ഇല്ലെന്നോ? സ്നേഹം കൊണ്ട് മനുഷ്യനെ വീർപ്പ് മുട്ടിക്കുക. ആൾ ഒടുക്കത്തെ റൊമാൻസാടി. സഹി കെട്ടപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു. അയാൾക്കത് ദഹിച്ചില്ല. പിന്നെ പിണങ്ങി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്ലടി, റൊമാൻസ് എന്ന് വെച്ചാൽ ഏത് വിഭാഗത്തിൽപ്പെടും? ന്യൂ വേർഷനാ? ഏത് വേർഷനാണെന്ന് അറിഞ്ഞൂടാ. റൊമാൻസിൻ്റെ പീക്ക് ലെവലാണ് മോളെ. നമ്മൾ ഒഴിഞ്ഞു മാറും തോറും ആൾക്ക് വാശി കൂടുവാണ്. ആ കെട്ടിപ്പിടുത്തവും ഉമ്മവെപ്പും ഐ ലവ് യു പറച്ചിലൊക്കെയും കണ്ടാൻ തോന്നും പണ്ട് ഞങ്ങൾ കഞ്ഞിയും കറിയും വെച്ചപ്പോൾ തുടങ്ങിയ പ്രണയമാണ് പൂവണിഞ്ഞതെന്ന്. ഇത്രയും സ്നേഹമുള്ള ഒരാളെ നീ എന്തിനാ വെറുപ്പിക്കാൻ പോയത്? എൻ്റെ അച്ഛൻ നിനക്കത് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ഭാഗത്ത് ഞാൻ ആകെ വട്ടി പിടിച്ചിരിക്കുമ്പോഴാണ് ആൾ ഇമ്രാൻ ആഷ്മിയാൻ വരുന്നത്. ഒരുവിധം ഞാൻ പിടിച്ചു നിന്നതാ. നിഹ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അത് ശരി, അപ്പോൾ ആദം സാറിനെ കാണുന്ന പോലെയല്ല, ആൾ റൊമാൻറ്റിക് ഹീറോ ആണല്ലേ? അതൊക്കെ പോട്ടെ, നിനക്ക് എവിടെയൊക്കെ ഉമ്മ കിട്ടി? അക്ഷരക്ക് അതറിയാൻ എന്താ ഒരു ത്വര. അത് പിന്നെ നിഹ മടിച്ചു. ഒന്ന് പറയടി, ഞാനൊന്ന് കോരിത്തരിക്കട്ടെന്ന്. ഉമ്മ കഴുത്ത് വരെ കിട്ടിയുള്ളൂ. പക്ഷേ എന്താ ഒരു പക്ഷേ? വേറെ വല്ലതും നടന്നോ? ഒന്ന് പെട്ടെന്ന് പറ. കുന്തം, നീ ഒന്ന് പോയേ. നീ ഇപ്പം അത് കേട്ട് അങ്ങനെ സുഖിക്കണ്ട. ആണെങ്ങാനറിഞ്ഞാൽ എന്നെ കൊന്നു കൊല വിളിക്കും. എടി, വല്യച്ഛനും വല്യമ്മയും എന്ത് പറയുന്നു? എന്നോട് ദേഷ്യമായിരിക്കൂല്ലേ? ഹേയ്, അച്ഛനെയും അമ്മയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛൻ അനിയേട്ടനോട് സംസാരിച്ചു എല്ലാം ശരിയാക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതാ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ തന്നെയുണ്ട്. അക്ഷര നിഹയെ സമാധാനിപ്പിച്ചു. അന്നേരം നിഹ നിറഞ്ഞ കണ്ണാൽ അവളുടെ വായിലേക്ക് അവൾ കഴിക്കുന്നതിൽ നിന്നും ഫുഡ് വെച്ച് കൊടുത്തു. അന്നേരം അക്ഷര സന്തോഷത്തോടെ വാ തുറന്നു. ഇതേ സമയത്താണ് സെറ അങ്ങോട്ട് വരുന്നത്. നിഹയുടെയും അക്ഷരയുടെയും കഴിപ്പും സംസാരവും ചിരിയും കണ്ട് അവൾക്ക് അത്ര ദഹിച്ചില്ല. ഡ്യൂട്ടി ടൈമിൽ ഉഴപ്പി എന്നും പറഞ്ഞ് അവൾ അക്ഷരയോട് ദേഷ്യപ്പെട്ടപ്പോൾ നിഹ ഇടപെട്ടു. അവൾ വഴക്ക് പറയണ്ട, ഞാനാ ഇങ്ങോട്ട് കയറി വന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ വേണ്ട. നിഹയുടെ പറച്ചിൽ സെറയെ പിന്നെയും ചൊടിപ്പിച്ചു. അക്ഷര എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്, അതിനാൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. സെറ നിഹയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതെ മാഡം, ഈ നിൽക്കുന്നത് ആരാന്നാ മാഡത്തിൻ്റെ വിചാരം? നമ്മൾ 2 പേരെക്കാളും ഉയർന്ന പൊസിഷനിലുള്ള ആളാ, അതായത് ഇവിടുത്തെ മെയിൻ ഡിസൈനർ. അതുമല്ല ഈ സ്ഥാപനത്തിൻ്റെ MDയുടെ ഭാര്യയും. ഇവളായതുകൊണ്ട് മാഡത്തിനോട് ഇങ്ങനെ പെരുമാറുന്നു. ഞാനെങ്ങാനും ആയിരുന്നല്ലേ അപ്പം തന്നെ ഡിസ്മിസൽ ഓർഡർ തന്നേനെ.
അക്ഷര മനസ്സിലത് അപ്പം തന്നെ വെട്ടി തുറന്ന് പറഞ്ഞു. അന്നേരം സെറ അക്ഷരയെ കടുപ്പിച്ചു നോക്കി. ഇവളെങ്ങനെ ഇവിടുത്തെ എം ഡിയുടെ ഭാര്യയായി എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. വന്ന് അന്ന് തൊട്ട് സാറിൻ്റെ പിന്നാലെ നടന്ന് സാറിനെ മയക്കിയെടുത്ത് മെയിൻ ഡിസൈനർ എന്ന പോസ്റ്റ് ഒപ്പിച്ചു. എന്നിട്ടിപ്പോൾ ആ പാവം സാറിനെ പാർട്ടി നടന്നന്ന് കള്ള് കുടിപ്പിച്ച് മയക്കി മുറിയിൽ കിടത്തി കൂടെ ഇവളും കയറി കിടന്നില്ലേ. പിറ്റേന്ന് ഇവള് വിളിച്ചു വരുത്തിയ മഞ്ഞപത്രക്കാർ സംഭവം നാറ്റിക്കുമെന്നായപ്പോൾ ഒന്നും അറിയാത്ത പാവം സാറ് കഥ അങ്ങ് മാറ്റി എഴുതി ഇവളെ കെട്ടി കൂടെ പൊറപ്പിക്കാൻ തീരുമാനിച്ചു. ഇവള് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. പാവൻ സാറ് എന്ത് നല്ല പെണ്ണിനെ കിട്ടേണ്ടതാ. ബോളിവുഡ് നടി അമേയ ശർമ്മയുടെ മിക്ക മൂവീസിലെയും കോസ്റ്റ്യൂം ഡിസൈൻ സാറായിരുന്നില്ലേ. അവർക്കാണെങ്കിൽ ഏത് ഇൻ്റർവ്യൂവിലും സാറിനെ പറ്റി പറയാനേ നേരുള്ളൂ. അപ്പോഴേക്കും ഞാൻ കരുതി സാർ അമേയ ശർമ്മയുമായി പ്രണയത്തിലാണെന്ന്. ആയിരിക്കും, ആർക്കറിയാം. ഇതിപ്പോൾ സാർ ഒരു ട്രാപ്പിൽ പെട്ട് പോയതല്ലേ. നിങ്ങളൊക്കെ കരുതുന്നുണ്ടോ സാർ ഇവളെ കൂടുതൽ കാലം വെച്ച് പൊറപ്പിക്കുമെന്ന്? സെറ എല്ലാവരും കേൾക്കാൻ പാകത്തിലാണ് ഇതൊക്കെയും പറഞ്ഞത്. സെറയുടെ വാക്കുകൾ നിഹയുടെ ഹൃദയം തുളച്ചു കയറി. സെറ അവസാനം പറഞ്ഞതൊന്നും അവൾ കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ താനാണ് സാറിനെ ട്രാപ്പിൽ പെടുത്തിയതെന്ന് കേട്ടതും നിഹ ആകെ തറഞ്ഞു പോയിരുന്നു. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അന്നത്തെ ഹോട്ടൽ ഇഷ്യൂവിലെ യഥാർത്ഥ സംഭവം പുറമെ ഒരാൾ പോലും അറിഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ സെറ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ എല്ലാവരും എന്ത് കരുതി കാണും എന്ന ചിന്തയിൽ നിഹയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിഹയുടെ കരച്ചിൽ കണ്ടതും അക്ഷര സെറയ്ക്ക് നേരെ എന്തോ പറയാനൊരുങ്ങിയതും നിഹ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. നിഹ കണ്ണിറക്കി അടച്ചു. എന്നിട്ടും കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. പൂർവാധികം ശക്തിയോടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് നിഹ കണ്ണ് തുറക്കുന്നത്. അന്നേരം ചെറിയ ചുട്ടു ചാമ്പലാക്കാൻ ഭാഗത്ത് മുന്നിൽ ആദം നിൽക്കുന്നു. തൊട്ടു മുന്നിലെ കണ്ണാടി ചില്ലുകൾ മുഴുവൻ തകർന്നിട്ടുണ്ട്. അത് നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. ഹൗ ഡെയർ യു ബ്ലഡി എന്നും പറഞ്ഞ് സേനയുടെ കഴുത്തിന് പിടിക്കാൻ പോയ ആദത്തിൻ്റെ കയ്യിൽ നിഹ മുറുക്കി പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് വേണ്ട എന്ന പോലെ പറഞ്ഞതും ആദം പിന്തിരിഞ്ഞു നടന്നു. ഒപ്പം ഒരു കയ്യാലെ നിഹയെ നെഞ്ചോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊടുക്കുമ്പോൾ അക്ഷര വിജയീ ഭാവത്തിൽ സെറയെന്ന് നോക്കി. സെറയോട് മറുപടി പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, ദേ ഇവള് പറഞ്ഞിട്ടാണ് വേണ്ടെന്ന് വെക്കുന്നത്. എല്ലാവരും കേൾക്കാൻ പറയുക. സെറ പറഞ്ഞതുപോലെ നിഹ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ കുടുങ്ങിയിരുന്നു. അല്ല, ആരോ കുടുക്കിയിരുന്നു. അത് പറയുമ്പോൾ അവൻ സെറയെ കടുപ്പിച്ച് നോക്കിയതും സെറ തല താഴ്ത്തി. പാർട്ടി കഴിഞ്ഞ അന്ന് രാത്രി നിഹയെ ഞാൻ തന്നെയാണ് മുറിയിലേക്ക് വിളിച്ചത്. എൻ്റെ ഇഷ്ടം അവളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ വിളിപ്പിച്ചത്. അവൾ മുറിയിലെത്തിയതും കറണ്ട് പോയി. പിന്നീട് മുറിയിലേക്ക് ആരോ വരുന്നതും ഞങ്ങളുടെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ രാവിലെയാണ് ഞങ്ങൾ ഉണരുന്നത്. പിന്നീട് ആ ട്രാപ്പ് ഒരുക്കിയുടെ പ്ലാൻ പോലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നടന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഇവൾക്ക് വേണ്ടിയാ. ഇവളെ കെട്ടാൻ കിട്ടിയ അവസരം ഞാൻ മുതലാക്കി. അല്ലാതെ എന്നെ ആരും തട്ടിയെടുത്തിട്ടില്ല. ശരിക്കും ഞാൻ ഇവളെയാണ് തട്ടിയെടുത്തത്. അതും ഒരുപാട് ഇഷ്ടത്തോടെ. ഇനി ഈ വിഷയം പറഞ്ഞ് ആരും ഇവളെ വേദനിപ്പിക്കുന്നത് കണ്ടാ പിന്നെ ആരും ഇവിടെ തുടർന്ന് ജോലി ചെയ്യില്ല എന്നും കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിഹയെ ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ ഇതേതാ പുതിയൊരു കഥ എന്ന പോലെ അക്ഷര പോക്ക് നോക്കി നിന്നു. തൻ്റെ ക്യാബിനിലെത്തിയതും ആദം നിഹയെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പിന്നെയും കരഞ്ഞു. കുറച്ചു നേരം അവൻ അവളെ അവളുടെ വഴിക്ക് വിട്ടു. നിഹ, വിവരമില്ലാത്ത ആരെയും എന്തേലും പറഞ്ഞെന്ന് വെച്ച് വിവരമുള്ള നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? മതി കരഞ്ഞത്. അവളുടെ പുറംമേനിയിൽ പതിയെ തട്ടിക്കൊണ്ട് ആദം പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഒരു മോശക്കാരിയായി കാണില്ല സാർ. ഞാൻ സാറിനെ തട്ടിയെടുത്തുന്നേ അവരൊക്കെ കരുതുള്ളൂ. നിഹയുടെ കണ്ണ് പിന്നെയും നിറഞ്ഞു. ആരൊക്കെ എന്തൊക്കെ കരുതിയാൽ നമുക്കെന്താ? അവരോടൊക്കെ പോവാൻ പറ. അവളുടെ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് അവനത് പറഞ്ഞു. എന്നാലും സാർ, എനിക്ക് സങ്കടം വരുക. അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും പതുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാ നിന്റെ സങ്കടം കുറക്കാൻ ഞാനൊരു മന്തി ഓർഡർ ചെയ്യട്ടെ? നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട സാർ, മന്തി കഴിച്ചാലൊന്നും എൻ്റെ സങ്കടം കുറയില്ല, അവൾ നേരിയ സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തീപ്പൊരി ശശി ഇറക്കി സെറയുടെ കൈയൊടിക്കാൻ കൊട്ടേഷൻ കൊടുത്താലോ? ആദം പറഞ്ഞത് കേട്ടത് നിഹ അവൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കി. ഞാൻ പോവാ സാർ, ശവത്തി കുത്തുക അല്ലേ? സങ്കടം വന്നപ്പോൾ തല ചായ്ക്കാൻ ഒരു തോള് വേണമായിരുന്നു. അതാ ഞാൻ ഇത്രയും നേരം അടങ്ങിയിരുന്നത്. അതും പറഞ്ഞ് അവൾ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പോവാനിറങ്ങി. അന്നേരം അവൻ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി തന്നോട് അടുപ്പിച്ചു. സാർ പതുക്കെ, രാവിലെ വീണതിൻ്റെ വേദന ഇപ്പോഴുണ്ട്, അവൾ ചുണ്ട് പിളർത്തിക്കൊണ്ട് പറഞ്ഞതും എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ ഇടുപ്പിലേക്ക് നോട്ടം പായിച്ചപ്പോൾ അവൻ്റെ പ്രവൃത്തി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടുത്തിട്ടു.
സാർ എന്തിനാ അവരുടെ മുന്നിൽ വെച്ച് പുതിയ കഥ ഉണ്ടാക്കി പറഞ്ഞ് വേണ്ടായിരുന്നു. അതിലാദ്യം പറഞ്ഞത് ശരിക്കുള്ള കാര്യങ്ങളായിരുന്നു. നിന്നോടുള്ളിലുള്ള ഇഷ്ടം അറിയിക്കാനിരുന്നതാ. പിന്നാലെയാണ് നീ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്നത്. നിന്നെ കാണാഞ്ഞപ്പോൾ പിന്നാലെ ഞാനും വന്നതാ. ഒരു നിമിഷം അവളുടെ നോട്ട് അവനിലേക്ക് നീണ്ടു. അതേസമയം തന്നെയാണ് അവനും അവളെ നോക്കുന്നത്. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ആദ്യമായി നേരെ ഇഷ്ടത്തോടെ ഒരു നോട്ടം കൈമാറി. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന നിഹ ചമ്മലോടെ നോട്ടം പിൻവലിച്ചു. സാറേ, മന്തി ഓർഡർ ചെയ്യുമ്പോഴേ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യണേ. അക്ഷരയ്ക്ക് കൊടുക്കാനാ. അവളുടെ ലഞ്ച് ഞാൻ നേരത്തെ കഴിച്ചു. നിഹ വിഷയം മാറ്റി. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരുമിച്ച് കഴിച്ചോ, ഞാൻ പുറത്തേക്ക് പോവാണ്. അന്നേരമാണ് നിഹ അവൻ്റെ ഷർട്ടിലേക്ക് കള്ളനോട്ടം വായിക്കുന്നത്. ഡി, നീ നോക്കണ്ട, ഇതിന് നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് കരഞ്ഞില്ലേ, അതുകൊണ്ട് വെറുതെ വിട്ടതാ. അവളുടെ കീഴ്ച്ചുണ്ട് നേരടിക്കൊണ്ടവൻ പറഞ്ഞതും ഇനി അവൻ്റെ മടിയിൽ ഇരിക്കുന്നത് സേഫല്ലെന്ന് തിരിച്ചറിഞ്ഞ നിഹ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. ഇപ്പോൾ എന്നോടുള്ള ദേഷ്യം ഒരല്പം കുറഞ്ഞു, ചെറിയ ഇഷ്ടമൊക്കെയും തോന്നുന്നില്ലേ? ആദത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. പിന്നല്ലാതെ, വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം കുട്ടിശങ്കറിനോട് എനിക്ക് സ്നേഹമാണ് എന്ന ഡയലോഗ് പറയാൻ ഞാനിങ്ങനെ മുട്ടി നിൽക്കുകയാണല്ലോ. ഒന്ന് പോ സാറേ, നീ അവനെ പുച്ഛിച്ചു. ആ ഡയലോഗ് പറയില്ലായിരിക്കും, പക്ഷേ അധികം വൈകാതെ നീ ഇങ്ങനെ പറയും. ഞാൻ ഈ സാറ് വിളി മാറ്റി ഇച്ചായാന്ന് വിളിച്ചോട്ടേന്ന്. ആഹാ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇച്ചായൻ അതിനുവേണ്ടി കണ്ണിൽ ഡീസൽ ഒഴിച്ച് കാത്തു നിന്നോട്ടാ. എൻ്റെ അനിയേട്ടൻ പിണക്കൊക്കെ മാറി നമ്മൾ എന്ന് സ്വീകരിക്കുന്നുവോ അന്ന് ഞാൻ തീരുമാനിക്കും ഐ ലവ് യു പറയണോ വേണ്ടിയോന്ന്. നിഹയുടെ പറച്ചിൽ കേട്ട് ആദം ഉറക്കെ ചിരിച്ചു. അതിനു മുന്നേ എൻ്റെ കൊച്ചിനെ കൊണ്ടേ നിന്റെ അനിയേട്ടനെ അമ്മാവ എന്ന് വിളിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ധൃതിയിൽ പുറത്തിറങ്ങി പോകുന്നവനെ അവൾ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ദൈവമേ, ഡ്രാക്കുള രണ്ടും കൽപ്പിച്ചാണല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ചെയ്തു അല്ലയോ? നിഹ നഖം കടിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിഖിൽ, സിറ എലിസബത്ത്, ഇനി ഈ കമ്പനിയിൽ അവരുടെ സേവനം ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു വിടണം. അതും പറഞ്ഞ് ആദം തൻ്റെ കോൾ അവസാനിപ്പിച്ചു തൻ്റെ വണ്ടിയിൽ കയറി. സെറ, നീ ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ പ്രാണനെയാ നീ വേദനിപ്പിച്ചത്. ഞാനതൊരിക്കലും സഹിക്കില്ല. അവളെ തല്ലാനും തലോടാനും സ്നേഹിക്കാനും വഴക്ക് പറയാനും കരയിപ്പിക്കാനും ഈ ഞാനല്ലാതെ മറ്റൊരാൾ വേണ്ട. അത്രയും പറഞ്ഞ് നിഗൂഢമായ ചിരിയോടെ ആദം തൻ്റെ വണ്ടി മുന്നോട്ടെടുത്തു. ആദം തിരികെ എത്തുമ്പോൾ നിഹ അക്ഷരയോട് കത്തിയടിക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആദം നിഹയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ശേഷം അവളോട് ദേഷ്യപ്പെട്ടു. നിന്റെ ജോലി കഴിഞ്ഞോ? ഇല്ല. എന്തേ കംപ്ലീറ്റ് ചെയ്തില്ല? ജോലി കാര്യത്തിൽ സ്വന്തം അപ്പനാണെങ്കിലും ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ. ജോലി വേറെ, സ്നേഹം വേറെ. അതും രണ്ടും കൂട്ടി കുഴക്കണ്ട. തെറ്റ് കണ്ടാൽ ഞാൻ വഴക്ക് പറയും, അതിപ്പോൾ ആരായാലും. ഇപ്പോൾ സമയം 4 മണി. ജോലി കംപ്ലീറ്റ് ചെയ്യാതെ നീ ഇവിടെ നിന്ന് പോവില്ല. ഒരു ജോലിയും ചെയ്യില്ല, ജോലി ചെയ്യുന്നവരെ അതിന് സമ്മതിക്കുകയില്ല. ഇനി മുതൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ നീ ഇവിടെ നിന്ന് അനങ്ങി പോകരുത്. ഫ്രണ്ട്ഷിപ്പൊക്കെയും ഓഫീസിന് പുറത്ത്. ആദം കലപ്പിച്ച് പറഞ്ഞപ്പോൾ നിഹയ്ക്കും വാശിയായി. അവൾ ഒന്നും മിണ്ടാതെ വാശിയോടെ ജോലി തുടങ്ങി. 5 മണി കഴിഞ്ഞു, 6 മണിയായി. നിഹ അനങ്ങിയതേയില്ല. അപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. 7 മണി ആയപ്പോൾ ആദം അവളോട് വീട്ടിലേക്ക് പോവാം, ഇനി നാളെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവൾ വാശി പുറത്ത് ഇരുന്നിടത്ത് നിന്നും അനങ്ങിയില്ല. അരമണിക്കൂർ നേരം ആദം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്നിട്ട് അവൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് കണ്ട ആദം, ഞാൻ പോവാണ്, നീ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഡോറും വലിച്ചടച്ച് പോയി. നിഹയോട് ദേഷ്യപ്പെട്ടു പോയി എന്നല്ലാതെ ആദം ഓഫീസിൽ നിന്നും പോയില്ലായിരുന്നു. അവൻ 3rd ഫ്ലോറിലേക്ക് നടന്നു. സമയം 8:30 ആയതും നിഹയുടെ ജോലി കഴിഞ്ഞു. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് തിരിയാൻ നേരാണ് കറണ്ട് പോകുന്നത്. നിഹ ടേബിളിൽ കിടക്കുന്ന തൻ്റെ ഫോൺ എടുക്കും മുൻപേ അവളുടെ കഴുത്തിൽ ആരോ കയറുകൊണ്ട് മുറുക്കിയിരുന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ നിഹ എങ്ങനെയോ ആളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഉറക്കെ നിലവിളിച്ചു. കറണ്ട് പോയതും ആദം നിഹയുടെ അരികിലേക്ക് തിരിച്ചിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോഴാണ് നിഹയുടെ കരച്ചിൽ കേൾക്കുന്നത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ധൃതിയിൽ അങ്ങോട്ട് പാഞ്ഞിരുന്നു. ആദം ക്യാബിനിലെത്തിയതും അപ്പോഴേക്കും കറണ്ട് വന്നു. നിഹ, എന്ത് പറ്റി? എന്തിനാ നീ കരഞ്ഞത്? തറയിൽ ഒരു ഭാഗത്ത് പതുങ്ങിയിരിക്കുന്ന നിഹയുടെ മുന്നിൽ മുട്ടുകുത്തി ആദം ചോദിച്ചു. അവനെ കണ്ടതും മറ്റെല്ലാം മറന്ന് നിഹ അവനെ പുണർന്നു. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ ആരോ കൊല്ലാൻ നോക്കി. എൻ്റെ കഴുത്തിൽ എന്തോ ഇട്ട് മുറുക്കി. ഞാൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോയി സാർ. ഒടുവിൽ ഞാൻ എങ്ങനെയോ. നിഹ എനിക്കൊണ്ട് പറഞ്ഞത് അവൻ അവളെ നെഞ്ചോട് അണച്ചു പിടിച്ചു. അവളുടെ കരച്ചിൽ അവന് കണ്ടു നിൽക്കാനായില്ല. നിഹ, പേടിക്കല്ലേ, ഞാൻ വന്നില്ലേ. ഇനി ഞാൻ നിന്നെ തനിച്ചാക്കി പോയില്ല. നിന്നെ ഉപദ്രവിക്കാൻ ഇനി ആരും ഇങ്ങോട്ടും വരില്ല. ഒട്ടെ കരയല്ലേ എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അതിനിടയിൽ അവൻ ചുറ്റും കണ്ണോടിച്ചു. അന്നേരം മുറിയിലെ മിററിൽ എഴുതിയ ചെകുത്താൻ എന്ന് കണ്ട് നിഹയും ആദവും ഒരുപോലെ ഞെട്ടി.
താനറിയാതെ മറ്റൊരു ചെകുത്താനോ എന്ന പോലെ ആദമിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞപ്പോൾ നിഹ ചെകുത്താൻ്റെ പേര് കണ്ട് ബോധം മറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് തന്നെ വീഴുകയായിരുന്നു.